നിർണായകമായൊരു മത്സരം, ഏറെ ചർച്ചകൾക്കൊടുവിൽ വീണുകിട്ടിയ ബാറ്റിംഗ് പൊസിഷൻ. പരാജയപ്പെട്ടാൽ അടുത്ത മത്സരം കളിക്കുമോ എന്നും ഉറപ്പില്ല. ഈ ഒരു സാഹചര്യത്തിൽ കളത്തിലിറങ്ങുന്ന ഒരാൾക്ക് അല്പം കരുതലോടെ കളിച്ചാലും വിമർശനങ്ങൾ ഏൽക്കണമെന്നില്ല. അല്പം സെൽഫിഷായി കളിക്കുന്നതിൽ അയാളെ തെറ്റു പറയാനും പറ്റില്ല. പക്ഷേ സഞ്ജു വിശ്വനാഥ് സാംസൺ അതൊന്നും ഒരു പ്രശ്നമേ ആയില്ല. ഇന്ത്യൻ ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ആശങ്കയിലേക്കും സംശയങ്ങളിലേക്കും കണ്ണു തെറ്റാതെ നോക്കി നിന്ന ചെപ്പോക്കിൻ്റെ ഗാലറിയിലേക്ക് രണ്ടാം പന്തിൽ തന്നെ ഒരു സിക്സർ ഉയർന്നു. എൻഗിരാവയുടെ പന്തിനെ ഒരടി പിന്നോട്ട് വെച്ച് ഒരു കോൺഫിഡൻസ് ഷോട്ട്. ഓപ്പണിങ്ങിനെ കുറിച്ച് എല്ലാവർക്കുമുള്ള ആശങ്കകൾ കൂടിയാണ് അവിടെ വെച്ച് സഞ്ജു പറത്തിവിട്ടത്. ടൂർണമെന്റിൽ ഉടനീളം കൺസിസ്റ്റന്റായി പന്തെറിഞ്ഞ സിംബാബ്വേയുടെ പ്രീമിയം പേസർ മുസറബാനിക്കെതിരെയും കണ്ടു അടുത്ത ഓവറിൽ ഒരു സിക്സർ. ലെഗ് സൈഡിലേക്ക് അല്പം മാറിയാണ് ലോങ് ഓണിലേക്ക് സഞ്ജു മുസറബാനിയെ പിക്ക് ചെയ്തത്. സഞ്ജുവിൻ്റെ ഷോട്ടുകളിലാണ് അഭിഷേകും തൻ്റെ കോൺഫിഡൻസ് വീണ്ടെടുത്ത് അടിച്ചു തുടങ്ങിയത്. അതോടെ പവർ പ്ലേയിൽ തന്നെ കളിയുടെ മൊമെൻറ്റം ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. മികച്ച തുടക്കം കിട്ടിയ സഞ്ജു ഹൈ വോൾട്ടേജായി കത്തുമെന്ന് കരുതിയിരിക്കവെയാണ് മുസറബാനിയുടെ പന്തിൽ റയാൻ ബേണിന് ക്യാച്ച് കൊടുത്ത് തിരിഞ്ഞു നടന്നത്. അങ്ങനെയൊരു ഷോട്ട് വേണമായിരുന്നോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച നേരം. മികച്ച തുടക്കം കിട്ടിയ ഒരു ഇന്നിങ്സ് കൂടി അനാവശ്യ ഷോട്ട് കൊണ്ട് അവസാനിച്ചു എന്ന് പറയാം. സത്യത്തിൽ ആ ഫീൽഡ് തന്നെ സഞ്ജുവിനായി ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു. ഷോർട്ട് ബോൾ എറിഞ്ഞ് ഡീപ്പ് സ്ക്വയർ ലെഗിൽ പിടികൂടുകയെന്ന തന്ത്രം. ഹി വിൽ ബി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദാറ്റ് എന്നായിരുന്നു രവിശാസ്ത്രിയുടെ ഇമ്മീഡിയറ്റ് പ്രതികരണം. തുടർന്ന് സഞ്ജുവിൻ്റെ പുറത്താകലിനെ കുറിച്ച് സുനിൽ ഗവാസ്കറുടെ പ്രതികരണം ഇങ്ങനെ: സഞ്ജു തീർച്ചയായും നിരാശനായിരിക്കും. കാരണം ഇതേ രീതിയിൽ അദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് തവണ പുറത്തായിട്ടുണ്ട്. എല്ലാവർക്കും അതറിയാം. ഷോർട്ട് ബോൾ എറിയുക, ഡീപ്പ് സ്കോർ ലെഗിൽ ഒരു ഫീൽഡറെ നിർത്തുക. മുസറബാനിയുടെ ഉയരം പന്തിന് അല്പം കൂടി ബൗൺസ് നൽകാൻ സഹായിച്ചു. അതുകൊണ്ടാണ് പന്ത് ബാറ്റിൻ്റെ കൃത്യം മധ്യഭാഗത്ത് കൊള്ളാതിരുന്നത്. അങ്ങനെ 15 പന്തിൽ 24 റൺസുമായി മികച്ച തുടക്കം ലഭിച്ചിട്ടും അദ്ദേഹം വീണ്ടും ഡീപ്പ് ഫീൽഡറുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു. ഗവാസ്കറിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇന്നലത്തെ മത്സരത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ 15 പന്തിൽ 24 റൺസിന് വിലയുണ്ട്. കാരണം ഓപ്പണിംഗ് വിക്കറ്റിലെ ദുർഭൂതങ്ങളെ ഓടിക്കാൻ ആ ഇന്നിങ്സിനായി. സഞ്ജുവിനോടുള്ള ഗംഭീറിൻ്റെയും സീതാൻഷു കോട്ടക്കിൻ്റെയും റിയാക്ഷനും അതുതന്നെയാണ് പറയുന്നത്. ഇന്ത്യയുടെ ഈ ലോകകപ്പിലെ ഫസ്റ്റ് വിക്കറ്റ് ആവറേജ് വെറും 7 മാത്രമായിരുന്നു. ലോകകപ്പിലെ മറ്റൊരു ടീമിനും ഇത്രയും കുറവ് ഓപ്പണിംഗ് ആവറേജ് ഇല്ല. ഇന്ന് സഞ്ജു സാംസൺ ടീമിന് വേണ്ട വിധത്തിൽ തന്നെ കളിക്കുകയും ടീമിന് ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നൽകുകയും ചെയ്തു. ഹി ഡിഡ് ദ ജോബ്. സഞ്ജു പുറത്തായതിനു പിന്നാലെ ഇർഫാൻ പത്താൻ പങ്കുവച്ച ട്വീറ്റാണിത്. വിൻഡീസിനെതിരായ നിർണായക മത്സരത്തിലും ഇന്ത്യൻ ടീം ഇതേ കോമ്പിനേഷൻ തന്നെ പരീക്ഷിക്കുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ ഈ ഹൈ റിസ്ക് ശൈലി കാണുമ്പോൾ അല്പം സെൽഫിഷായി കളിച്ചൂടെ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം വിക്കറ്റ് കീപ്പ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേഷനിൽ കൂടെ മുന്നേറി ക്രീസിൽ ഉറച്ച ശേഷം കടന്നാക്രമിക്കുന്ന ശൈലി സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിന് കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നതാണ്. 6 ഹിറ്റിംഗ് എബിലിറ്റി ഉള്ളതിനാൽ പവർ പ്ലേക്ക് ശേഷം സ്പിന്നർമാരെ അടക്കം നേരിടാനുമാകും. പക്ഷേ സഞ്ജുവിൽ നിന്നും നിലവിലെ ഇന്ത്യൻ കോച്ചും ക്യാപ്റ്റനും ആവശ്യപ്പെടുന്നത് ഇമ്പാക്റ്റ് ആണെന്ന് വ്യക്തം. 30-35 പന്ത് നേരിട്ട് 50 അടിക്കുന്നതിനേക്കാൾ 15 പന്തിൽ 30 റൺസ് അടിച്ച് ടീമിന് മൊമെൻറ്റം നൽകുന്നതിനാണ് ഇന്ത്യ മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങാമെന്ന ലൈസൻസും സഞ്ജുവിനുണ്ട്. പക്ഷേ ഇത്തരം ഹൈ റിസ്കിൽ ബാറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പ്രോപ്പർ ബാക്കപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഹെവി കോമ്പറ്റീഷനുള്ള ഇന്ത്യൻ ടീമിൽ ഒരു പരിധി വരെ അതിന് സാധ്യതയുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഷോട്ട് സെലക്ഷനിൽ ജാഗ്രത പുലർത്തുകയാണ് നല്ലത്. സെറ്റാകുന്നതിന് മുമ്പ് തന്നെ വലിയ ബൗണ്ടറി ദൂരങ്ങളിലേക്ക് പന്ത് പായിക്കാനുള്ള ശ്രമം ആത്മഹത്യാപരമാണ്. റൺസ് കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം തൻ്റെ വിക്കറ്റിൻ്റെ വില പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. ഷോർട്ട് പിച്ച് പന്തുകളിൽ പുൾ ഷോട്ടിന് പേരിപ്പിച്ച് സഞ്ജുവിനെ കൊടുക്കുന്നതും ഒരു സ്ഥിരം തന്ത്രമാണ്. പക്ഷേ സഞ്ജു അതേ ട്രാപ്പിൽ പിന്നെയും കുരുങ്ങുന്നതും നാം കാണുന്നു. സ്വയം സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്നും മോചിതനാകാനുള്ള ഒരു മാർഗമായും സഞ്ജു അറ്റാക്കിംഗ് ഷോട്ടുകൾ കളിക്കാറുണ്ട്. ഇതും പലപ്പോഴും വിനയായി മാറുന്നു. സഞ്ജു കോൺസിക്വൻസ് നോക്കാതെ ഇതേ ശൈലി തുടരണോ, അതോ അല്പം സെൽഫിഷ് അല്ലെങ്കിൽ സെൻസിബിൾ ആകണോ? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം?